നമ്മുടെ ലൈഫിലും കാണും ചിലർ അപ്രതീക്ഷിതമായി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. പിന്നീട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധങ്ങളായി മാറുകയും ചെയ്യും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം നന്മയുടെ ആളുകളെ പറ്റിയാണ് ഈ നോവലിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫേസ് ടു ഫേസ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ ഇന്നൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ബുക്കിന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അധികം ബുക്ക് വായിക്കുന്ന ഒരാളെ അല്ല, അധികം നല്ല ബുക്ക് വായിക്കുന്ന ഒരാളല്ല, പേഴ്സണലി ഒരു ബുക്ക് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ എങ്കിലും ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്കത് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇതാണ് ആ ബുക്ക്. അപ്പോൾ ഞാൻ അധികം ബുക്ക് വായിക്കുന്ന ഒരാളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ബുക്സൊക്കെ സ്റ്റോറീസൊക്കെ വായിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ബുക്സ് ഒന്നും വായിക്കുന്ന ആളല്ല. അപ്പോൾ എന്നെപ്പോലെ ബുക്സ് വായിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇന്ന് ബുക്ക് വായിച്ച് തീർന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി. നാളേക്ക് എന്നുള്ളത് എടുത്തു വയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. അഖിൽ പി ധർമ്മജനാണ് ഇതിൻ്റെ റൈറ്റർ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വായിച്ചില്ലെങ്കിൽ ഏകദേശം റീലൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഇതിൻ്റെ റൈറ്ററായ അഖിൽ പി ധർമ്മജൻ ചെന്നൈയിൽ പോയി ഇരുന്നിട്ടാണ് ഈ നോവൽ കംപ്ലീറ്റ് ചെയ്തിട്ട്, അവരവിടെ പോയി ഇരുന്നിട്ടാണ് നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത്രയും എഫേർട്ട് എടുത്തിട്ടായിരുന്നു ഈ നോവൽ കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് വന്ന ശേഷം, ബുക്ക് പുറത്തിറങ്ങിയ ശേഷം കുറേ പേര് എന്താ പറയുക, കളിയാക്കലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതൊരു പൈങ്കിളി സാഹിത്യം പോലെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ അവർ അതിനൊരു മറുപടി ആയിട്ട് ഒരിത് പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലേക്ക് സിനിമ പഠിക്കാൻ പോയ ശ്രീരാമിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറേ കഥാപാത്രങ്ങളുടെ നല്ല നല്ല വശങ്ങളും അവർ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും നല്ലതാണ്. എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തത് അഖിലേട്ടനാണ്. അഖിലേട്ടർക്ക് സ്പെഷ്യൽ താങ്ക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചില്ലെങ്കിൽ മസ്റ്റായിട്ടും വായിക്കാം. ഇതിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. മല്ലി, പാട്ടി, രേഷ്മ, വെട്രി, ആനന്ദി, റാം, അങ്ങനെ കുറച്ച് അടിപൊളി കഥയാണ്. ഞാനത് പറയേണ്ട ആവശ്യമില്ല, ഏറെക്കുറെ എല്ലാവരും വായിച്ചു കഴിഞ്ഞൊരു സ്റ്റോറിയാണ്. എങ്കിലും എനിക്കിത് നിങ്ങളുടെ പറയണം തോന്നി, ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ആക്ച്വലി ഒരു റാമിൻ്റെയും ആനന്ദിൻ്റെയും മാത്രം കഥയല്ല, ഇതിലൊരു മെയിൻ വേറൊരു കഥാപാത്രം ഉണ്ട്, മല്ലി എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ജെൻഡറിൻ്റെ കഥ. അത് നമുക്കൊരു കണ്ണീരോടെ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. അത്രയും നമുക്ക് മനസ്സിലേക്ക് തട്ടിപ്പോകുന്നൊരു കഥാപാത്രമാണ് മല്ലിയുടെ. പിന്നെ കേരളത്തിൽ നടന്ന മനുഷ്യക്കടത്ത്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഓരോ പ്രശ്നങ്ങൾ, അവരനുഭവിച്ചിരുന്ന സങ്കടങ്ങളും, പോലീസുകാരൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് പറയണില്ല, കാരണം നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ അത്. പിന്നെ കുറേ പേര് കമൻസിൽ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ PDF ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ക്രൂരതയാണ്, PDF ചോദിക്കുന്നത്. ശരിക്കും ഇത് ബുക്ക് നമ്മൾ വായിക്കുക തന്നെ വേണം, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് പോകുന്നത്. നമുക്കൊരു സിനിമ കാണുന്ന ഒരു ത്രില്ലിലാണിത്. ഇതൊരു എന്താ പറയുക, നമ്മൾ ഈ കട്ടിയുള്ള വാക്കുകളൊന്നുമല്ല, സിമ്പിളായിട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് വായിക്കാൻ പറ്റും. ഞാൻ ഇതെങ്ങനെ നിങ്ങളുടെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ എനിക്കതിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു വരി എന്താണെന്നറിയില്ല, എനിക്ക് രണ്ടു വട്ടം ഞാൻ അത് വായിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് ഇഷ്ടമായത് ആ വരി. ഞാൻ വായിച്ചു കേൾപ്പിക്കാത്. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് ചിലപ്പോൾ നഷ്ടം വരുത്തിയേക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടൊരു വരിയായിരുന്നു. അത് ആനന്ദി ബിനീഷേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണത്. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി എന്തോ ഒരു ഇഷ്ടം തോന്നി ആ വരി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്, വേറൊരാളത്ത് ഷെയർ ചെയ്തിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ പറഞ്ഞിട്ടൊരു വരിയായിരുന്നു അത്. പിന്നെ അതിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് റാം കരിമീനുകളായിട്ട് തൻ്റെ പ്രണയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനന്ദിൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് അവളെ ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹോപ്പില്ലാതെ എന്തിനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ കരിമീനുകളുടെ കഥ പറയുന്നുണ്ടായിരുന്നു. അതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്കൊരു സിനിമ കാണുന്ന പോലെയാണ് ശരിക്കും കാണുന്നത്. നമുക്ക് ആ ഓരോ സീൻസൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതാണ് അതിൽ മല്ലീൻ്റെ കഥ. അതൊരു രക്ഷയില്ല, അതൊരു അടിപൊളി കഥയാണ്. കാരണം ഒരുപാട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം, എങ്കിലും പണ്ട് കാലത്ത് റെയറായിട്ട് കുറഞ്ഞതേ ഉള്ളൂ, എങ്കിലും ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന കുറേ ദുരന്തങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കുക തന്നെ വേണം. ഞാൻ അത്രയും പറയുന്നു, ഇഷ്ടപ്പെടും. അപ്പോൾ അഖിലേട്ടനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ബുക്ക് വായിക്കുക, ഈ ഒരു ബുക്ക് നീ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. കുറേ വട്ടം എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ബുക്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു ബുക്കാണ് ഇത്. അപ്പോൾ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതിൽ വലിയ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവസാനം ഒരു ഡയറി കുറിപ്പുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും
എന്താ പറയുക, മനസ്സിലേക്ക് ഭയങ്കര ഒരു സങ്കടമാണോ സന്തോഷമാണോ ഒരാളെ ഒരു ഹോപ്പില്ലാതെ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരുമോ അറിയാണ്ട് അവരെ വീണ്ടും കാത്തിരിക്കുക, തിരിച്ചു വരുമോ ഒരു വിവരം ഉണ്ടാവില്ല അവരെക്കുറിച്ച്, പക്ഷേ എങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അടിപൊളിയാണ്. ആ ഒരു അവസാനത്തെ ഒരു പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് തട്ടിയ ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇതിൽ എന്താ പറയേണ്ടത്, എങ്ങനെ പറയാമെന്ന് എനിക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഈ ബുക്കിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും വായിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഷുവറായിട്ട് ഇഷ്ടപ്പെടും. ലേറ്റ് ആവാതെ വായിക്കുക. ഇത് സിനിമയാവുന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പ് ഒന്ന് വായിച്ച് നോക്കുക. കുറച്ച് ദിവസം, ഒരു 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ സുഖമായി വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 318 320 ആ റേഞ്ചിലുള്ള പേജസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ വേഗം വായിച്ച് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും വായിക്കണം. ഞാൻ വീണ്ടും പറയണം, ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്, അതുകൊണ്ട് ആരും ട്രോളാതിരിക്കുക. എനിക്കറിയില്ല എങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. റാം കെയർ ഓഫ് ആനന്ദി, അത്രേ ഉള്ളൂ.